സംശയമൊന്നുമില്ല, മലയാളത്തിലെ ആദ്യ പുരുഷപക്ഷ സിനിമയാണ്. ഒരിക്കലും സ്ത്രീവിരുദ്ധമല്ല, എന്നാൽ പുരുഷപക്ഷവുമാണ്. ഏകപക്ഷീയമായി ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ബഹുമാനത്തോടെ പറഞ്ഞോട്ടെ കോടതികൾ പോലും മനസ്സിലാക്കാറില്ല. ഫാമിലി ആയിട്ട് തന്നെ കാണണം. കാര്യം ഫാമിലി നിൽക്കണമെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ നന്നായിട്ട് നിൽക്കണം. പുരുഷ സമ്പർക്ക പരിപാടികൾ നടത്തുന്നുണ്ട്. മലയാളത്തിലെ ആദ്യ പുരുഷപക്ഷ സിനിമ എന്നാണ് പറയുന്നത്. പുരുഷന്മാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ച ആളെന്ന നിലയ്ക്ക് എന്തുണ്ട് എങ്ങനെയാണ് സിനിമ കണ്ടിട്ട്? സംശയമൊന്നുമില്ല, മലയാളത്തിലെ ആദ്യ പുരുഷപക്ഷ സിനിമയാണ്. എനിക്ക് 2 ആൺകുട്ടികളാണ്. ഇതിൽ ജഗദീഷ് പറയുന്ന വളരെ ടച്ച് ചെയ്യായ ഒരു ഡയലോഗുണ്ട്. അതായത് എനിക്ക് 2 ആൺമക്കളാണ്, അതുകൊണ്ട് എനിക്ക് എൻ്റെ വേദന മനസ്സിലാവും. തീർച്ചയായിട്ടും ഒരിക്കലും സ്ത്രീവിരുദ്ധമല്ല, എന്നാൽ പുരുഷപക്ഷവുമാണ്. ആസിഫ് അലിയിലൂടെ എല്ലാ പുരുഷന്മാരുടെയും വേദനയാണ് അത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. നിയമത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ബയസാണ്. എൻ്റെ ഒക്കെ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഇത് മറ്റ് ഭാഷകളിലേക്കും കൂടി എടുക്കണം. നമ്മുടെ ബയസ്ഡായ നിയമങ്ങൾ കാരണം പുരുഷൻ ബുദ്ധിമുട്ടുന്നതിൻ്റെ വേദനയും വിഷമവും ഒക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഗംഭീര സിനിമ. ആസിഫിനും ടീമിനും ആഭ്യന്തര എല്ലാ ടീമിനും വലിയ പിന്തുണ നൽകുന്നു. എല്ലാവിധ ആശംസകളും നൽകുന്നു. ഇതൊരു ഫെമിനിസ്റ്റുകളായ സ്ത്രീകൾക്ക് ഇതൊരു ഇഷ്ടം, അവരും കൂടി വന്ന് കാണണം. കാര്യം പുരുഷന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർ പലപ്പോഴും മനസ്സിലാക്കാറില്ല. ആ പുരുഷന്മാരുടെ വിഷമങ്ങൾ അവർ പലപ്പോഴും മനസ്സിലാക്കാറില്ല. ഏകപക്ഷീയമായി ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ബഹുമാനത്തോടെ പറഞ്ഞോട്ടെ കോടതികൾ പോലും മനസ്സിലാക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ടച്ചിങ് ആയ സോൾ ടച്ചിങ് മൂവിയാണ്. എല്ലാവിധ ആശംസകളും. ഫാമിലിനെ കാണാൻ പറ്റിയ ഫാമിലി, ഞാൻ, അമ്മ, 2 വൈഫ്, 2 കുട്ടികൾ. ഫാമിലി ആയിട്ട് തന്നെ കാണണം. കാര്യം ഫാമിലി നിൽക്കണമെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ നന്നായിട്ട് നിൽക്കണം. ആ അർത്ഥത്തിൽ വളരെ നല്ല മെസ്സേജ് ഉള്ളൊരു സിനിമയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. നമുക്ക് പുരുഷ കമ്മീഷനിൽ അപ്ഡേറ്റ് എന്തെങ്കിലും? അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ പുരുഷ സമ്പർക്ക പരിപാടികൾ നടത്തുന്നുണ്ട്. അത് മീഡിയ അപ്ഡേറ്റും ചെയ്യുന്നതാണ്.